കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ഹർത്താൽ നടന്നു. കേരളത്തിലെ പിന്നാക്ക വിഭാഗങ്ങൾ സംഘടിച്ചിറങ്ങിയ ഒരു ഹർത്താൽ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് ദളിത് ആദിവാസി സംഘടനകളുടെ കൂട്ടായ്മയായ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലാണ് ഈ ഹർത്താലിന് ആഹ്വാനം നൽകിയത്. അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനു വേണ്ടി മറ്റാരും പ്രതിഷേധിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെ തൊട്ടുകൂടായ്മയുടെ പരകൊടിയെ സൂചിപ്പിക്കുന്നതാണ്. ഏകദേശം 52 ദളിത് ആദിവാസി സംഘടനകൾ ചേർന്നാണ് ഹർത്താൽ നടത്തിയത്. രാഷ്ട്രീയ പാർട്ടികളിൽ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തുടങ്ങിയവർ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ മുന്നണികളായ LDF, UDF, NDA എന്നിവർ ഈ ഹർത്താലിന് ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിച്ചിരുന്നില്ല. അസ്പൃശ്യരുടെ സമരമായതുകൊണ്ടാവാം പോലീസ് ഈ ഹർത്താലിനെ മുഖവിലക്കെടുത്തതായി കണ്ടില്ല. ഹർത്താൽ വളരെ കുറഞ്ഞ ഭാഗങ്ങളിൽ മാത്രമേ ചലനമുണ്ടാക്കുകയും ആക്രമണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുള്ളൂ. എന്നാൽ പതിവിന് വിപരീതമായി ഹർത്താൽ അനുകൂലികൾ ആക്രമിക്കപ്പെടുന്നതും ഹൈക്കോടതി ഹർത്താലിനെതിരെ നിമിഷാർദ്ധത്തിൽ തന്നെ സ്വമേധയാ കേസെടുത്തതും നമ്മൾ കണ്ടു. ഇത് ഞങ്ങളെല്ലാം കൂടെ സംഘടിച്ചാൽ നീ ഇന്ന് ഒരു പുല്ലും ചെയ്യില്ല. ഇതിൽ 2 വീഡിയോകൾ നമ്മൾ കണ്ടു. 2 വീഡിയോയിലും ഹർത്താൽ അനുകൂലികളോട് ജനം കയർക്കുന്നതും അവരെ നേരിടാൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു. എന്നാൽ ഇതിനു മുമ്പും പല ഹർത്താലുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഹർത്താൽ അനുകൂലികളുടെയോ സമരക്കാരുടെയോ നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടുകയോ കയർത്ത് സംസാരിക്കുകയോ ചെയ്താൽ അവൻ വന്ന രൂപത്തിൽ തിരിച്ചുപോയ ചരിത്രമുണ്ടായിട്ടുണ്ട്. ഇവിടെ ആ ബൈക്കുകാരൻ എത്ര സമയമാണ് സമരക്കാരോട് കയർത്തുന്നത്? ഈ ഹർത്താൽ ഇടതുപക്ഷ പാർട്ടിയുടെയോ വലതുപക്ഷ പാർട്ടിയുടെയോ ആയിരുന്നെങ്കിൽ നല്ല ജീവനും കൊണ്ട് അവൻ ആ ബൈക്ക് ഓടിച്ച് തിരിച്ചു പോകുമായിരുന്നു.